അമേരിക്കൻ സൈനികരെ ബന്ദിയാക്കുമെന്ന് ഇറാൻ. ഇനി പുതിയ ഒരു യുദ്ധതന്ത്രമാണ് മേഖല കേന്ദ്രീകരിച്ച് ഒരു മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്താൻ പോകുന്നത്. അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക ബേസ് ആക്രമിച്ച് അമേരിക്കൻ സൈനികളെ ബന്ദിയാക്കാനുള്ള നിലപാടിലേക്ക് ഇറാൻ നീങ്ങും എന്നാണ് ഈ പ്രസ്താവനയുടെ തുടർഭാഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ സൈനികരെ ബന്ദിയാക്കുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായിരിക്കുന്ന ഒരു നീക്കമായിരിക്കും എന്ന് വിലയിരുത്തുന്നു. ഇറാൻ്റെ കരസേന നീക്കം, ഇറാൻ്റെ കരസേന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രാക്ടിക്കൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. താവളം പിടിച്ചെടുത്ത് സൈനികരെ ഇറാനിൽ എത്തിച്ചാൽ അത് അമേരിക്കയെ സൈനികമായും രാഷ്ട്രീയമായും മുട്ടുകുത്തിച്ചു എന്ന് ലോകത്തിന് മുൻപിൽ വിളിച്ചു പറയാൻ മാത്രം ഇറാൻ വളരും എന്നുള്ളതാണ് മുൻ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അമേരിക്കയുടെ സൈനിക താവളം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. ആകാശ യുദ്ധത്തിന് പകരം കരയുദ്ധം നടത്തുക എന്നുള്ളത് സാധ്യമാണ് എന്നുള്ളതാണ്. 5 ലക്ഷത്തോളം സൈനികരാണ് ഇറാനിലുള്ളത്. 1.5 ലക്ഷത്തോളം പുതിയതായിട്ട് സൈനികരാവാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ പൗരന്മാർ പ്രതിരോധ വകുപ്പിനും ഗവൺമെൻറ്റിനും അപേക്ഷ നൽകിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് മറ്റൊരു തലത്തിൽ നോക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൈനികരൊക്കെ ഈ സേവനത്തിൽ നിന്നൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപേക്ഷ നൽകുന്നത്. ഞങ്ങൾ സൈനിക സേവനം വേണ്ട, ഞങ്ങൾക്ക് താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ ഇറാൻ നേരെ തിരിച്ചാണ് അവർക്കെതിരെ യുദ്ധത്തിന് അവസരം നൽകാൻ വേണ്ടിയിട്ട് തങ്ങൾ തയ്യാറാണ് എന്നല്ല ചില ആളുകളൊക്കെ, എന്ന് വെച്ചാൽ 10,000-ലധികം ആളുകളെങ്കിലും ശമ്പളം വേണ്ട എന്ന് പറഞ്ഞ പോലെ പോലുണ്ട്. സൈനികരായാൽ മതി എന്ന തരത്തിൽ 100 സൈനികരെയെങ്കിലും അത്തരത്തിൽ ഒരേ സമയത്ത് തെഹ്റാനിൽ എത്തിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ മൂക്ക് കൊണ്ട് വരപ്പിക്കാം എന്ന തരത്തിലുള്ള പ്രയോഗമാണ് മുൻ വിദേശകാര്യമന്ത്രി മൻജഹർ മൊട്ടക്കി പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രിയൊക്കെ പ്രതികരിക്കാറുള്ളത്. ഇപ്പോൾ ഇറാനിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ നിലവിലെ സ്പീക്കറൊക്കെയാണ് ലോക്സഭാ സ്പീക്കർ എന്നൊക്കെ പറയുമ്പോൾ രാജ്യത്തിലെ സ്പീക്കറൊക്കെയാണ് പ്രതികരിക്കുന്നത്. അപ്പം അവർക്ക് പ്രത്യേകമായ രീതിയിൽ ഒരാൾ തന്നെ പ്രതികരിക്കണമെന്നില്ല. എല്ലാ വിഭാഗങ്ങളും സംയുക്തമായി യോജിച്ചുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നയനിലപാടുകൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തണം എന്ന് പറയുന്നതിൽ അവർക്ക് ഏകോപനമുണ്ട് എന്ന് ചുരുക്കം. മുൻ വിദേശകാര്യമന്ത്രിയാണെങ്കിൽ പോലും വളരെ വാർത്താ പ്രാധാന്യം ഈ വിഷയത്തിൽ നേടിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു വിഷയം വരുന്നത് എങ്ങനെയാണെന്നറിയോ, മൊത്തത്തിൽ അമേരിക്കയുടെ അറേബ്യൻ രാജ്യങ്ങളിലുള്ള സൈനിക ബേസിൻ്റെ അടിത്തറ പോലും തകർക്കപ്പെട്ടിട്ടുണ്ട് ഇറാൻ. അത് ഒരു പക്ഷേ 5-6 പതിറ്റാണ്ടിനിടയിൽ, അല്ലെങ്കിൽ 7 പതിറ്റാണ്ടൊക്കെ പറയുന്നത്, ആ പതിറ്റാണ്ടിനിടയിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. അമേരിക്കയുടെ സൈനിക ബേസൊക്കെ ആക്രമിക്കാൻ വേണ്ടി റഷ്യക്കും ചൈനക്കും വേണ്ടി പോലും ധൈര്യമില്ലാതിരിക്കുക വളരെ സിമ്പിളായ രീതിയിലാണ്, ചെലവ് കുറഞ്ഞ തരത്തിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം നേടുന്ന തരത്തിലുള്ള ആക്രമണ പരമ്പര തന്നെ ഇറാൻ നടത്തിയത്. അപ്പോൾ ഇപ്പോൾ ഇനി അമേരിക്കയുടെ സൈനികർക്ക് സുരക്ഷ ഒരുക്കണം എന്നുള്ള ഒരു പ്രാധാന്യമുള്ള റിപ്പോർട്ടും ഈ സെൻട്രൽ കമാൻഡർമാരുടെ ഭാഗത്തുനിന്ന് പുറത്ത് വന്നിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, കുവൈറ്റൊക്കെ അതിൽ പറയുന്നുണ്ട്. കുവൈത്താണിപ്പോൾ ഇറാഖ് കഴിഞ്ഞാൽ കുവൈറ്റാണ്. കുവൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ രാജ്യമാണ്. അതിൻ്റെ ഒരു ഭാഗം ഇറാനുമായിട്ട് തൊട്ടിൽ ആ രീതിയിൽ നിൽക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ കുവൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ സൈന്യത്തിന് സാധിക്കും. അത് ഇറാഖിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിലും സാധിക്കും. ഇനി ഇറാഖ് ഇതിനെ സഹായിക്കും. റഷ്യ രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. അവരെ അവഗണിച്ചുകൊണ്ട്, അതായത് ഇറാനെ അവഗണിച്ചുകൊണ്ട് ഇറാഖിൽ നിലനിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇറാനിൽ കൊല്ലപ്പെട്ട ഇറാൻ്റെ ആത്മീയ നേതാവായ ആയത്തുള്ള അലി ഖംനായുടെ മൃതദേഹം 2 ദിവസം പ്രദർശിപ്പിച്ചത് ഇറാഖിലായിരുന്നു എന്ന് നമുക്കറിയാം. കുവൈറ്റിലേക്ക് കയറി കഴിഞ്ഞാലുള്ള വിഷയം പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്ന് പ്രവർത്തിക്കുന്നത് കുവൈറ്റിലാണ്. ഏകദേശം 10,000 മുതൽ അതിൻ്റെ മേലോട്ട് വലിയൊരു സംഖ്യ, 60,000 എന്ന് പറയുന്നുണ്ട്, ചിലർ 30,000 എന്നൊക്കെ പറയുന്നത്, അത്രയും ആളുകൾ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ച് ഉണ്ട് എന്നാണ്. എന്നാൽ അത് യുദ്ധം പോലെയുള്ള സമയത്ത് ഒരുമിച്ച് വരികയും പിന്നീട് മറ്റ് രാജ്യങ്ങളിലെ സൈനിക ബേസിലേക്ക് അവരെ വിതരണം ചെയ്യുകയും ആണ് ഉണ്ടാവുക എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഏതായിരുന്നാലും ഇവിടെ നിന്ന് ഈ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത്
അവിടെ നിന്ന് സൈനികരെ പിടിക്കാൻ വേണ്ടി ഇറാന് സാധിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ കുവൈറ്റ് അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളും കേന്ദ്രങ്ങളും അവരുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളടക്കം സൂക്ഷിക്കപ്പെട്ട ഭാഗങ്ങളും ഏരിയകളും അതിൻ്റെ ഷോർട്ട് വൈകളും അതോടൊപ്പം തന്നെ ഭൂമിയുടെ അണ്ടർഗ്രൗണ്ട് ചില മേഖലകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിരിക്കുന്ന വിവരം ഇറാന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്ക ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യം. ആ രാജ്യത്തിലെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഏറെക്കുറെ അമേരിക്കയ്ക്ക് സപ്പോർട്ടാണെങ്കിലും നല്ലൊരു ശതമാനം ജനങ്ങൾ ഇറാൻ്റെ നയങ്ങൾക്കും നിലപാടിനോടും ഒപ്പമാണ്. അതുകൊണ്ട് പ്രതലത്തിൽ നിന്ന് പല രീതിയിലുള്ള രഹസ്യങ്ങളും ഇറാനിലേക്ക് എത്തിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ വഴി ഉപയോഗിച്ചുകൊണ്ട് പോലും ആ ഭാഗങ്ങളിലെ പല പൗരന്മാർ ചെയ്യുന്നുണ്ട് എന്ന് അനുമാനിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പല രഹസ്യങ്ങളും ചോർന്നു പോകുന്നുണ്ട്. ഇറാൻ്റെ ആക്രമണം ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്ക തരത്തിലുള്ള സംവിധാനമാണ് അവരൊരുക്കുന്നത്. ഇത് എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു ബോധ്യമില്ലാത്ത ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അമേരിക്കയുടെ ഒരു തന്ത്രങ്ങളും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വിജയിക്കുന്നില്ല. ഇറാൻ യുദ്ധം ചെയ്യുന്ന സൈന്യം കൊണ്ടോ അല്ലെങ്കിൽ ശക്തി കൊണ്ടോ മാത്രമല്ല, തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളാണ് നടത്തുന്നത്. ഇതിനെ അതിജീവിക്കാനും പ്രതിരോധിക്കാനും അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റിലുള്ള അമേരിക്കൻ സൈനികരെ ഒരു അപ്രതീക്ഷിതമായിരിക്കുന്ന നീക്കത്തിലൂടെ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ, നമുക്കറിയാം പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് 250 ബന്ദികൾ ഹമാസിൻ്റെ കയ്യിലായിരുന്നു. ഈ 250 ബന്ദികൾക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് വിലപേശലും ഇസ്രായേലിൻ്റെ പരാജയവും ഇപ്പോഴും ഹമാസിൻ്റെ മേലെ ആധിപത്യം നേടി തങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്നൊരു അഭിമാനമായിരിക്കുന്ന ഒരു പ്രസ്താവന ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും അവിടെ ഇസ്രായേൽ ജയിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അപ്പോൾ ബന്ദികൾ വലിയ വിഷയമാണ്. ബന്ദികൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ അകത്ത് വലിയ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ വീട്ടിലേക്ക് പോലും ഈ പ്രക്ഷോഭകാരികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് ഖത്തർ രംഗത്ത് വന്നു, നമുക്കറിയാം ഈജിപ്ത് രംഗത്ത് വന്നു. അവിടെ മധ്യസ്ഥതയിലാണ് പല മോചന കാര്യങ്ങൾ നടന്നത്. അപ്പോൾ വെറുതെ മോചിപ്പിച്ചല്ല, ഒരാൾക്ക് 100 ആൾക്കാരെ ബദലായിട്ട് ഇസ്രായേലിൻ്റെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന കരാർ വ്യവസ്ഥയൊക്കെയാണ് ആദ്യ ഘട്ടത്തിലൊക്കെ ഉണ്ടായത്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അമേരിക്കയുടെ പൗരന്മാരാകുന്ന സമയത്ത് അവിടെ ഒരു വിഷയം കൂടി വരുന്നുണ്ട്. ഒന്ന്, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമാണ്, അതൊരു സൈനിക സംവിധാനമാണ്, അതിനൊരു ഏകോപന രീതി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഗസയിലുള്ള ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർപ്പറേഷൻ ഭരണ സംവിധാനം പോലെയാണ്. അതൊരു രാജ്യമല്ല, അതിന് കൃത്യമായിരിക്കുന്ന ഒരു ഏകോപന സംവിധാനമില്ല, അതിനൊരു രാഷ്ട്രമായിട്ട് ലോകം അംഗീകരിച്ചിട്ടില്ല. അത്തരമൊരു വിഭാഗമാണ്. ആ ഒരു വിഭാഗത്തിന് മുമ്പിൽ പതറിപ്പോയിട്ടുണ്ട് ഇസ്രായേൽ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ആ സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാജ്യമാണ്, അതൊരു സംവിധാനമാണ്. ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം കണ്ട ആ സമയത്ത് എളുപ്പത്തിലൊന്നും അത് പരിഹരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാവുന്ന കാര്യം. അമേരിക്ക ഈ കാര്യത്തിൽ ഭയപ്പാടാണ്. മാത്രമല്ല അമേരിക്കയുടെ സൈനികർ തന്നെ ഇപ്പം മാനസികമായ രീതിയിൽ വലിയ വിഷയത്തിലാണ്. കാര്യം അവർ ചരിത്രത്തിൽ ഇതുവരെ ജയിച്ചിരിക്കുന്ന യുദ്ധത്തിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ഇത് തോറ്റുകൊണ്ടിരിക്കുന്ന യുദ്ധമെന്ന് മാത്രമല്ല, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിതസ്ഥിതിയും പ്രതിസന്ധിയും വിഷയങ്ങളും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കുമെന്ന് അവർക്ക് തന്നെ അറിയില്ല. മാനസികപരമായ ഒരു വിഷയം ഉണ്ടെങ്കിൽ എത്ര ആയുധം കിട്ടിയിട്ട് കാര്യം യുദ്ധം ചെയ്യാൻ പറ്റില്ല. അബ്രഹാം ലിങ്കൺ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് 7 പേർ പരസ്പരം വെടിയേറ്റ് മരിച്ചു, 3-ലധികം ആളുകൾ വെള്ളത്തിലേക്ക് ചാടി. ഇതൊക്കെ ഒരുപക്ഷെ ചെറിയ ലിസ്റ്റായിരിക്കും, വലിയ ലിസ്റ്റ് ഒരുപാട് വരാനുണ്ടാവും. അപ്പോൾ ഈ രീതിയൊക്കെ ലോകം കാണുന്നത് മാനസികമായ രീതിയിൽ തളർന്നിരിക്കുന്ന അമേരിക്കയുടെ സൈന്യം മുന്നേറാൻ സാധിക്കാത്ത രീതിയിൽ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സൈനികരെ ഇറാൻ പിടിച്ചു കൊണ്ടുപോകുന്നൊരു സാഹചര്യം വന്നാൽ പിന്നീട് അമേരിക്കക്ക് നിലനിൽക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലവിലുണ്ടാകുമ്പോൾ ഭയപ്പാടിലാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി. മാത്രമല്ല ട്രംപ് പോലും ജീവഭയത്താൽ പല രാജ്യങ്ങളിലേക്കും പ്രവേശിക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് അമേരിക്ക 100% ഇറാൻ്റെ മുമ്പിൽ തൊപ്പിയിട്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.